ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ധർമ്മൻ്റെ കടയുടെ ഉദ്ഘാടനമാണ് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ധർമ്മനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ചേട്ടന്മാർ നിർബന്ധിച്ചപ്പോൾ ശരി എന്തെങ്കിലും ആവട്ടെ, ഒരു കച്ചവടമെങ്കിൽ കച്ചവടം തുടങ്ങാന്ന് വെച്ചിട്ട് നമ്മുടെ ധർമ്മനാണെങ്കിൽ കടയിലേക്ക് പോവാണ്. അപ്പൊ കട കാണുമ്പോഴാണ് ധർമ്മൻ ഞെട്ടിപ്പോണം. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു സ്ഥലത്താണ് ഈ അച്യുതൻ കട വാങ്ങിച്ചെന്ന് ധർമ്മൻ അപ്പോഴാണ്ടോ മനസ്സിലാണ്. ധർമ്മൻ ആ കട കാണുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് ഭയങ്കര ചതിയായിപ്പോയി, ഇതിന്റെ തൊട്ടപ്പുറത്തല്ലേ ഗോമതി സ്റ്റോഴ്സ്. ഇത് കേൾക്കുന്ന അച്യുതൻ പറയണ്ടേടാ, നീ അതൊന്നും നോക്കണ്ട, ഒരു കടയാകുമ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ നമുക്ക് പരിചയമുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ടാകും, അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ ധർമ്മം പറയേണ്ടത് ഇത് ശരിയാവില്ല. ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ ഉപ്പും ചോറും കഴിച്ച് വളർന്ന് വലുതായവനാണ്. 10 വയസ്സുള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയതല്ലേ, ഇപ്പൊ എനിക്ക് 10-30 വയസ്സായി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്രയും വയസ്സിനിടക്ക് ഞാൻ അവിടെ നിന്നാണ് ഇത്രയും നാളെ ഞാൻ നിന്നത്. അപ്പൊ അതിന്റെ മുമ്പിൽ വന്നിട്ട് ഈ ഇങ്ങനത്തെ ഒരു കച്ചവടം ചെയ്യണത് അത് ശരിയാവില്ല. ഇതിനെ ധർമ്മൻ കൂട്ടു നിൽക്കില്ല. നിങ്ങൾ കച്ചവടം ചെയ്യുകയോ സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയോ വാങ്ങുകയോ എന്താ ചെയ്തോ, അത്രമാത്രം ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുമ്പോ സുകന്യ പിടിച്ചു നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സുകന്യ പറഞ്ഞ ധർമ്മേട്ടൻ ഇത് എവിടെയാ പോണത്, ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാ ധർമ്മേട്ടന്റെ ഏട്ടന്മാരെ ഈ കട വാങ്ങിച്ചതും ഈ കടയുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ധർമ്മേട്ടൻ ഉള്ളിലൊന്ന് കയറി നോക്ക്, ധർമ്മേട്ടൻ ഞെട്ടിപ്പോവും. ഇതൊരു സൂപ്പർ മാർക്കറ്റാ ധർമ്മേട്ട, സൂപ്പർ മാർക്കറ്റ്. അല്ലാതെ ബാലേട്ടന്റെ പോലെ വെറും ഒരു പലചരക്ക് കടയല്ല ഇത്. ഇവിടെ ഇല്ലാതെ സാധനങ്ങളില്ല. നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു കട വേറെ എവിടെയില്ല. അതുകൊണ്ട് എന്തായാലും ഈ കടയിൽ ആളുകൾ വരും ധർമ്മേട്ട. ഇത് നല്ലൊരു സുവർണ അവസരം ധർമ്മേട്ട, നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോവാൻ പോവാ ധർമ്മേട്ട. സുകന്യ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് ശരിയാവില്ല. ഞാൻ ഈ കട ഉദ്ഘാടനത്തിനില്ല, അവരെ ചതിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. ആയിക്കോട്ടെ ധർമ്മേട്ടൻ, ഇനി എന്താ ചെയ്തു, ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല, എല്ലാം ധർമ്മേട്ടന്റെ ഇഷ്ടം. പക്ഷെ ഒരേ ഒരു കാര്യം, ധർമ്മേട്ടൻ ഈ കട വേണ്ടെന്ന് വെച്ചാലും സുകന്യ ഈ കട വിട്ട് കളയില്ല. എന്തായാലും ഈ കട ഞാൻ നോക്കി നടത്തും. സുകന്യ, നീ എന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കണം. സോറി ധർമ്മേട്ട, ഈ കാര്യത്തിൽ എനിക്ക് അച്യുതേട്ടനും അനന്തേട്ടനും ഇവരെല്ലാവരും പറഞ്ഞതാണ് വലിയ കാര്യം. അമ്മയുടെ മകനല്ലേ ധർമ്മേട്ടൻ, അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മ പറഞ്ഞാലേ ധർമ്മേട്ടൻ കേൾക്കുള്ളൂ. അപ്പൊ ഇന്ദിരാമ നമ്മുടെ ധർമ്മനോട് പറഞ്ഞിടാ, ധർമ്മ എന്തായാലും ഈ കട നിന്റെ ഏട്ടന്മാര് വാങ്ങിച്ചപ്പോ എനിക്കറിയില്ല എന്ത് ഇവിടെയാണെന്ന്, പക്ഷെ അതൊന്ന് നോക്കണ്ടടാ, എത്ര രൂപ മുടക്കിയിട്ടാണ് മോനെ നിനക്ക് വേണ്ടി ഏട്ടന്മാർ ഇതൊക്കെ ചെയ്തു തന്നത്. അമ്മേ, അത് ഈ അച്യുതേട്ടൻ അളിയനോട് വാശി തീർക്കുക, പക തീർക്കുക, അമ്മക്കത് മനസ്സിലായില്ലേ? അതെന്തെങ്കിലും ആവട്ടെ. ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, നീ വെറുതെ നാണം കെടുത്തില്ല നിന്റെ ഏട്ടന്മാരെ. നീ വാ, നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കും, പക്ഷെ ഇത് മോശമായി പോയമ്മേ, ഇങ്ങനെ വേണ്ടാമേ എന്ന് ധർമ്മം പറയുമ്പോ, എടാ നിന്റെ അമ്മയല്ലേ പറഞ്ഞത്, എടാ ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ വേണ്ടുന്നത് നിന്റെ ഗോമതി ചേച്ചിയും അത് ബാലം അളിയൻ തന്നെയായിരിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറയാണ്. അങ്ങനെ മനസ്സിലായി അമ്മ പറഞ്ഞ നിർബന്ധത്തെ നമ്മുടെ ധർമ്മം ഉദ്ഘാടനത്തിന് നിൽക്കാട്ടോ. അപ്പൊ പുതിയ കടയുടെ ഉദ്ഘാടനമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ ബാലനും രാമേട്ടനും ആനന്ദും അത് കാണാൻ വേണ്ടി പോയി നോക്കുന്നുണ്ട്. നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോണത്, അവിടെ അച്യുതനും അനന്തനും എല്ലാവരും ഉണ്ട്. ധർമ്മന്റെ കട ഇന്ദിര സ്റ്റോഴ്സ്, അത് കാണുമ്പോൾ ബാലന് അസൂയെന്ന് തോന്നൂല. പാവം നമ്മുടെ ധർമ്മൻ ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മെച്ചപ്പെടട്ടെ എന്ന് ബാലൻ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ അത് ഒട്ടും തന്നെ രാമേട്ടനൊന്നും ഇഷ്ടപ്പെടില്ല. ആനന്ദിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അവിടെ നേരെ രാമേട്ടനും ആനന്ദും കൂടി ചേർന്ന് ബാലനെ തിരിച്ച് കടയിലേക്ക് കൊണ്ടുവരികയാണ്. അച്ഛൻ ആ കട കണ്ടിട്ട് ഒന്നും തോന്നണില്ലേ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ എന്ത് തോന്നാൻ, സന്തോഷം തോന്നി, നമ്മുടെ ധർമ്മൻ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടിട്ടാടാ എന്ന് പറയുമ്പോഴേക്കും രാമേട്ടൻ പറയണ്ട്, എന്റെ ബാല, അത് ധർമ്മൻ രക്ഷപ്പെട്ടിരിക്കും, പക്ഷെ നിന്റെ കന്നിയിൽ പാറ്റിടാനും മണ്ണ് വാരിടാൻ വേണ്ടിയിട്ട് അച്യുതനും അനന്തനും ഇതൊക്കെ ചെയ്തത്. അതെന്തെങ്കിലും ആവട്ടെ, അവരങ്ങനെ ചെയ്തുകൊണ്ട് ധർമ്മന്റെ ജീവിതം രക്ഷപ്പെടാമെങ്കിൽ അത് മതി. എന്തായാലും ഇത്രയും നാളായിട്ട് ഇവിടെ നിന്നിട്ട് അവനൊരു മെച്ചവും ഉണ്ടായില്ലല്ലോ, അവിടെ അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറയണം. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെ അങ്ങനെ അവർക്ക് കച്ചവടം ഒന്നും തന്നെ കിട്ടുന്നില്ല കേട്ടോ. ഗോമതി സ്റ്റോഴ്സിന് കച്ചവടമേ ഇല്ല, എല്ലാ കച്ചവടവും നമ്മുടെ ഇന്ദിരാ സ്റ്റോഴ്സിനെയാണ്. അങ്ങനെ തിരിച്ച് ബാല കടയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഗോമതിയുടെ കയ്യിലല്ലോ പൈസയൊക്കെ ഇപ്പൊ കൊടുക്കണത്. ഗോമതി നോക്കുമ്പോൾ ഓരോ ദിവസം കൊണ്ട് കഴിയും തോറും പൈസ ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. ഗോമതി ചോദിക്കട്ടെ, ഇത് എന്ത് പറ്റി, ഇപ്പൊ 2-3 ദിവസത്തെ കടയിൽ കച്ചവടമൊന്നും ഇല്ലേ, ആകെ 2000-3000 രൂപയുടെ കച്ചവടം പോലും നടക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആനന്ദ് പറയണ്ട, അമ്മയടുത്ത് പറയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ധർമ്മമാമൻ ഒരു കട തുടങ്ങിയായിരുന്നു, ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്, അത് നമ്മുടെ കടയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്, ആളുകളൊക്കെ ഇപ്പൊ അവിടെയാണ് പോണത്. ഓഹോ, അപ്പൊ അതാണ് കാര്യമല്ലേ. എന്റെ ബാലട്ടിന് അത് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. എടോ, നമ്മുടെ കടയുടെ മുമ്പിൽ അങ്ങനെ പല കടകളും വരും, അതിപ്പോ ധർമ്മം നടത്തിയാലും ആര് നടത്തിയാലും കട തന്നെയല്ലേ. ഇത് കേൾക്കുന്നത് നമ്മുടെ മീനാക്ഷി പറയണ്ട്, അല്ല അച്ഛാ, എവിടെ കട നടത്തുന്ന പറഞ്ഞത്, നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് അടച്ചുപൂട്ടിയ ആ ബാലൻചേട്ടന്റെ കടയാണോ ഉദ്ദേശിക്കുന്നത്? അതേ മോളെ, ആ കട തന്നെ. കൊള്ളാം, നല്ല ബെസ്റ്റ് കട എന്ന് മീനാക്ഷി പറയാണ്. ആ കടയുടെ പേപ്പേഴ്സ് ശരിയാക്കാൻ വേണ്ടി അച്യുതൻ വർമ്മയുണ്ടല്ലോ,
ഒരുപാട് പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങിയായിരുന്നു. അച്ഛാ അവിടെ കടയൊന്നും തുടങ്ങാൻ പാടില്ല, അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്, അതിന്റെ പുറകെ നിൽക്കുന്ന സ്ഥലം അച്ഛൻ കണ്ടില്ലേ, അത് ഗവൺമെന്റിന്റെ സ്ഥലമാണ്, അതിന്റെ സ്ഥലത്തോട് കയറിയിട്ടാണ് ഈ ഒരു കട തുടങ്ങിയേക്കണത്. അതുകൊണ്ട് ആ കട വിറ്റ പുള്ളിക്കാരൻ കള്ളം പറഞ്ഞ് വിറ്റതായിരിക്കും, അല്ലെങ്കിൽ അച്യുതവർമ്മ മനഃപൂർവ്വം ആ സ്ഥലം കുറഞ്ഞ വിലക്ക് വാങ്ങിയതായിരിക്കും. എന്തായാലും ആ സ്ഥലം അങ്ങനെ സ്ഥലം വിൽക്കാനോ കച്ചവടം നടത്താനൊന്നും പാടില്ല. അതിന്റെ ആ കടയുടെ പകുതിയിൽ കൂടുതൽ ഭാഗം ഗവൺമെന്റിന്റെ ആണ്. അതിവിടെ ഒരു കച്ചവടം നടത്താൻ പാടില്ല, അച്ഛൻ തെറ്റാണ് അച്ഛാ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ അയാൾ ആ പണി കൊടുത്തത് ധർമ്മമാമനെയാണല്ലേ, ധർമ്മമാമൻ അത് കച്ചവടം തുടങ്ങിയാൽ ഞാനൊന്നും ചെയ്യില്ലെന്നായിരിക്കും അയാൾ വിചാരിച്ചത്. പക്ഷെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് ഓഫീസിൽ അറിയിക്കും, ഓഫീസിൽ എന്താ വെച്ചാൽ അവർ ചെയ്യട്ടെ. ഇതേക്കുന്ന ബാലം പണ്ട് മോളെ മീനാക്ഷി, നീ ആയിട്ടൊന്നും ചെയ്യണ്ട, ഓഫീസുകാരെ ഗവൺമെന്റ് എപ്പോഴെങ്കിലും അറിഞ്ഞിട്ട് അത് മാറ്റണമെങ്കിൽ മാറ്റട്ടെ, നീ ആയിട്ടൊന്നും ചെയ്യേണ്ടെന്ന് പറയണം. ഇല്ലച്ചാ, എനിക്ക് എന്റെ ഡ്യൂട്ടി നോക്കിയേ പറ്റൂ, ഞാനിത് എന്തായാലും നാളെ നാളെ ജോലിക്ക് പോകുമ്പോഴേക്കും ഈ കാര്യം അറിയിക്കുമെന്ന് മീനാക്ഷി പറയാണ്. അങ്ങനെ മീനാക്ഷി അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മളുടെ പ്രോപ്പർട്ടി സ്ഥലത്ത് അനധികൃതമായിട്ട് കട വെച്ചോടെ കച്ചവടം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മീനാക്ഷി പോയിട്ട് ഓഫീസിൽ പറയണത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി, അങ്ങനെ സ്ഥലത്ത് വെക്കാൻ പാടില്ല. അത് എന്ത് സ്ഥലമാണെങ്കിലും അവിടെ എന്ത് സംഭവമാണെങ്കിലും ഗവൺമെന്റ് ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അവർ അർഹതപ്പെട്ട ആൾക്കാരുടെ സ്ഥലത്ത്, അത് ഏത് സ്ഥലവും ആയിക്കോട്ടെ, അവിടെ അങ്ങനത്തെ ഒരു കച്ചവടം വന്നു കഴിഞ്ഞാൽ അത് JCB കൊണ്ട് മാന്തി പൊളിച്ചു കളയും. കാരണം വെച്ചാൽ നമ്മൾ തന്നെ ഇത് കാണാറുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ധർമ്മന്റെ കട പൊളിച്ചു കളയാനുള്ള ഒരു പേപ്പർ ആയിട്ടാണ് മീനാക്ഷി വരുന്നത് കേട്ടോ, പിറ്റേ ദിവസം നമ്മുടെ ഇന്ദിര സ്റ്റോഴ്സിൽ. അപ്പൊ അവിടെ നമ്മുടെ അച്യുതനുണ്ട്. അപ്പൊ അച്യുതനുണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ കേറി വാ, ദേ ഇവിടെ കുറെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ, വേറെ എവിടെയും ഇങ്ങനത്തെ ഡിസ്കൗണ്ട് കിട്ടില്ല. നമ്മുടെ കസ്റ്റമേഴ്സിനെ പിടിച്ച് വലിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മീനാക്ഷി ഇടയ്ക്ക് വരുമ്പോഴേക്കും, ആഹാ മീനാക്ഷിയാണോ, നിങ്ങളുടെ കടയിലില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, വാങ്ങിക്കാൻ വന്നിരിക്കുമല്ലോ, വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി, ദേ സുകന്യ മീനാക്ഷി വന്നിരിക്കുന്നു, അവൾക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ കൊടുക്ക്, വേണമെങ്കിൽ 1-2 രൂപ ഡിസ്കൗണ്ട് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞു, ഞാനിവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നതല്ല, ദേ ഈ പേപ്പർ അച്യുതൻ വർമ്മ കണ്ടോ, ഇതെന്താ, ഇത് സാധാരണ പേപ്പർ അല്ലേ, ഓഹോ ഈ പേപ്പർ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല, ഈ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു കട വെക്കാൻ പാടില്ലെന്ന് അച്യുതവർമ്മക്ക് അറിയാവുന്ന കാര്യമല്ലേ, എനിക്കിതൊന്നും അറിയില്ല. എങ്കിലും നിങ്ങൾക്ക് ഈ സ്ഥലം തന്ന ആള് നിങ്ങളെ ചതിച്ചതായിരിക്കും, ഈ സ്ഥലം വാങ്ങാനോ വിൽക്കാനോ ഒന്നും പാടില്ല എന്ന് പറയാണ്. ഇതൊന്നും ശരിയാവില്ല, നീ വെറുതെ പക പോക്കുവാണ് എന്ന് അച്യുതൻ പറയുമ്പോൾ, എനിക്കങ്ങനെ പക പോക്കേണ്ട കാര്യമില്ല, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്, കണ്ടില്ലേ, ദേ മര്യാദക്ക് ഞാൻ പറഞ്ഞ കേക്ക്, ഈ കട പൂട്ടി പോകാൻ നോക്കുക, അല്ലെങ്കിൽ JCB വന്ന് ഈ കട പൊളിച്ചോണ്ട് പോകും. ഇത്രയും രൂപയുടെ സാധനങ്ങൾ അകത്തിരിക്കല്ലേ, എന്തിനാ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞ, സാധനങ്ങളില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട്, ആ പാവങ്ങൾക്ക് ദാനമായിട്ടെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനെ ഒരുപാട് സഹായിക്കണമെന്നാണെങ്കിൽ വേറെ എന്തോ ഒരു സ്ഥലത്ത് കടകൾ നടത്താനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നടത്തണം. ഇതേക്കാൻ അച്യുതൻ പണ്ടോ, ഇവിടെ ഒരു കടയെ നടത്താൻ പാടില്ലല്ലേ, കൊള്ളാം അടിപൊളി. അപ്പൊ ബാലന്റെ കട നിൽക്കണതോ, അത് കേൾക്കുന്ന നമ്മുടെ മീനാക്ഷി പണ്ട്, ആ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, ഈ റൈറ്റ് സൈഡിലുള്ള ഭാഗത്ത് ഒരു കുഴപ്പമില്ല, ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്താണ് കുഴപ്പം, അതുകൊണ്ട് ഈ കട നിങ്ങൾ മര്യാദക്ക് പൂട്ടി പോവാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ വരേണ്ട ആൾക്കാർ വന്ന് പൊളിച്ചെടുത്തോണ്ട് പോകും എന്ന് മീനാക്ഷി പറയുമ്പോൾ അച്യുതൻ അവിടെ നിലം പതിച്ചായിട്ട് വീഴും കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.